ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പ്രതിഷേധവുമായി ഇരമ്പിയെത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധമാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയും കോൺഗ്രസും ആർ.എസ്.പിയും എല്ലാം പ്രതിഷേധമുഖത്തുണ്ട്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബി.ജെ.പിയുടെ വലിയ പ്രതിഷേധം നടക്കുന്നു. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഈ ആശുപത്രിയുടെ മുറ്റത്തേക്ക് തന്നെ ബി.ജെ.പി. പ്രവർത്തകർ വലിയ പ്രക്ഷോഭവുമായി ഇരച്ചെത്തിയിരിക്കുകയാണ്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. അവിടെ നിന്നുള്ള വിവരങ്ങൾ. തീർച്ചയായും നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രതിഷേധം ഈ ഗേറ്റിന് സമീപത്ത് വെച്ച ബാരിക്കേഡ് വെച്ച പ്രവർത്തകർ തടഞ്ഞിരുന്നു. അവിടെ ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തിരുന്നു. അവിടെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരം തുടരുകയാണ്. ഇതിനിടെയാണ് അവിടേക്ക് ബി.ജെ.പി. മാർച്ചും എത്തിയത്. ഇതിന് വാഹനങ്ങൾ കടന്നു പോകാനായി, ആശുപത്രി ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാനായി ഒരു ഗേറ്റ് തുറന്നിട്ടിരുന്നു. ആ ഗേറ്റിനുള്ളിൽ കൂടിയാണ്, ഈ ഗേറ്റിന് സമീപം കുറച്ചുനേരം പ്രതിഷേധിച്ച ശേഷം ഗേറ്റിനുള്ളിലൂടെ പ്രവർത്തകർ ഉള്ളിലേക്ക്, ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഈ ഒ.പി. ബ്ലോക്കിന് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം തന്നെ തുടർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് സംഘം ചേർന്ന് അവിടെ നിന്ന് ഇവിടേക്ക് എത്തി ഇവരെ തടഞ്ഞ് നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ ബാരിക്കേഡ് കഴിഞ്ഞ് രണ്ടാമത് ഇവരെ തടയുന്നതിന് വേണ്ടി മറ്റൊരു ബാരിക്കേഡ് കൂടി വെച്ചിരുന്നു. പക്ഷെ അതും തകർത്തുകൊണ്ടാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ ഈ ഒ.പി. ബ്ലോക്കിന് മുന്നിലേക്ക് എത്തിയിരുന്നത്. പ്രവർത്തകർ ഈ നിലത്ത് കുത്തിയിരുന്നുകൊണ്ട്, ഈ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബി.ജെ.പി. ശോഭാ സുരേന്ദ്രനെ കൂടാതെ മറ്റ് നേതാക്കൾ, മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി, വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധമാണ് നടക്കുന്നത്. തൊട്ടപ്പുറത്ത് ബാരിക്കേഡിന് സമീപം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, ചാണ്ടിയുമൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും തുടരുകയാണ്. എന്തായാലും ഈ സംഭവമുണ്ടായി തൊട്ടടുത്ത ദിവസം ഒരു വശത്ത് ചിത എരിയുകയാണ് ബിന്ദുവിന്റെ, മറുവശത്ത് പ്രതിഷേധത്തിന്റെ അഗ്നി ആളിക്കത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരൊറ്റ ആവശ്യം മാത്രം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നതാണത്. ഒരു തരത്തിലും അതില്ലാതെ പിന്നോട്ട് പോകില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം വിവിധയിടങ്ങളിൽ നടക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഈ സംഭവം നടന്ന, ഈ ഒരു വലിയ ദുരന്തമുണ്ടായ മെഡിക്കൽ കോളേജിലും പ്രതിഷേധം എത്തുന്നു. അത് ഒരു പരിധി വിട്ടുകൊണ്ട്, സാധാരണ മെഡിക്കൽ ആശുപത്രികളിൽ പുറത്താണ് പ്രതിഷേധങ്ങൾ നടക്കാറുള്ളത്. രോഗികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും പരിഗണിക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ബി.ജെ.പിയുടെ പ്രതിഷേധം നോക്കുമ്പോൾ അത് ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക്, ഒ.പി. ബ്ലോക്കിന് മുന്നിലേക്ക് വരെ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആര്യ, തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ വലിയ പ്രതിഷേധം ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് നടക്കുകയാണ്. ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട്, മറികടന്നുകൊണ്ടാണ് പ്രതിഷേധവുമായി ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ ഒ.പി. ബ്ലോക്കിന് മുന്നിലേക്ക് ഇരച്ചെത്തിയിരിക്കുകയാണ്. ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആശുപത്രി പരിസരത്തേക്ക്, കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നുള്ള പ്രതിഷേധങ്ങളൊക്കെയും രാഷ്ട്രീയ പാർട്ടികൾ ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ബി.ജെ.പി. അത്തരം മാനദണ്ഡങ്ങളൊക്കെ കടന്നുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെ ഒ.പി. ബ്ലോക്കിന് മുന്നിൽ തന്നെ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. അതേസമയം തന്നെ മെഡിക്കൽ കോളേജിന് മുന്നിൽ ബാരിക്കേഡിനപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും നടക്കുന്നുണ്ട്.
രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും നയിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് BJPയുടെ പ്രതിഷേധം ഇപ്പോൾ കോമ്പൗണ്ടിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നത്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, വലിയ പോലീസ് സന്നാഹമൊക്കെ സ്വാഭാവികമായും അവിടെ സജ്ജമായിരിക്കും. ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ലേ? നിലവിൽ ഈ പ്രതിഷേധങ്ങളെ ഒരു പരിധിവരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് വളരെ വേഗത്തിൽ അതിനെ അടിച്ചമർത്തുന്ന ഒരു രീതി അല്ല നമുക്കിവിടെ കാണാൻ സാധിച്ചത്. രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിലാണ് ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധം കല്ലേറിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും പോലീസ് ജലപീരങ്കി മാത്രം പ്രയോഗിച്ചു. ഈ ബാരിക്കേഡ് തകർത്ത് ഉള്ളിലേക്ക് എത്തിയപ്പോൾ അത് തകർത്തെത്തിയപ്പോഴും ഒരു ലാത്തി ചാർജിലേക്കൊന്നും കടന്നില്ല. അതിനുമപ്പുറത്തേക്ക് ജലപീരങ്കി അവിടെ ഇടാൻ പാടില്ല എന്ന വലിയ ശാഠ്യം പിടിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഒരു തരത്തിലും അത് അംഗീകരിക്കില്ല. ഇത് ആശുപത്രിയുടെ വാതിലാണ്, അവിടെ ഇടാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് വഴങ്ങുന്ന ഒരു പോലീസിനെയാണ് ഇവിടെ കണ്ടത്. ജലപീരങ്കി കുറെ പിന്നിലേക്ക് മാറ്റിയിടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷമാണ് ആ ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരം അവിടെ തുടരുന്നത്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് BJPയുടെ പ്രതിഷേധം ഇവിടേക്ക് എത്തിയത്. BJPയുടെ പ്രതിഷേധം എത്തുമ്പോൾ ഈ സമര ഗേറ്റ് ഫലത്തിൽ ബാരിക്കേഡ് കൊണ്ട് അടച്ച സമര ഗേറ്റിലേക്ക് തന്നെയാണ് പ്രതിഷേധം എത്തിയത്. പക്ഷെ അവിടെ യൂത്ത് കോൺഗ്രസുകാർ സമരം നടത്തുന്നതുകൊണ്ട് തന്നെ അല്പസമയം അവിടെ നിലത്ത് കുത്തിയിരുന്ന ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞതോടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം അവസാനിക്കാതെ വന്നതോടെയാണ് മറ്റൊരു വഴിയിൽ കൂടി ഈ തൊട്ടിപ്പുറത്തുള്ള മറ്റൊരു എൻട്രൻസിൽ കൂടി ഈ BJP പ്രവർത്തകർ ഇവിടേക്ക് ഓടിയെത്തുന്ന കാഴ്ച കണ്ടത്. അത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ കൂടുതൽ ബസ് സൗകര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും BJP പ്രവർത്തകരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് സമയം സമരം ചെയ്യില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രഖ്യാപനം. അവരങ്ങനെ പറയുകയും ചെയ്തു. ഇവിടെ ഒരു പരിമിതിയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഓഫീസോ ഒക്കെ ആണെങ്കിൽ അത് അതിക്രമിച്ചുകൊണ്ട് അധികാരികളെ ഉപരോധിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം അല്ല ഉള്ളത്. ഇവിടെ കൂടുതലും രോഗികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷെ അതിനിടയിലും ഒന്നും വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഈ പ്രവർത്തകരുള്ളത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു പടി കടന്നുള്ള പ്രതിഷേധത്തിന് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് സാക്ഷ്യം ആകുന്നത് എന്നത് തന്നെയാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ ഇരു ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനും BJPക്കും ഒക്കെ നിരവധി പ്രവർത്തകർ സംഘടിച്ചുകൊണ്ടാണ് ഈ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വൈകാതെ സംസാരിക്കും. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പോവുകയാണ്. BJPയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ സംസാരിക്കുന്നു. വൈകാതെ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കും. എന്തായാലും വലിയ സമരം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർ സമരങ്ങളാണ് ഈ പാർട്ടികളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമാണ് ഫലത്തിൽ ഇന്നിവിടെ നടക്കുന്നത് എന്നതാണ് എടുത്തു പറയാനുള്ളത്. തീർച്ചയായും ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ BJPയുടെ